الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فيا إخواني في الله മഹാനായ താബിഈ ഇബ്നു സീരീൻ റഹിമഹുല്ലാ അബൂബക്കർ മുഹമ്മദ് ഇബ്നു സീരീൻ അൽ ബസ്രി റഹിമഹുല്ലാ വഫാത്താകുന്നത് ഹിജ്റ 110-ലാണ്. അദ്ദേഹം പറയാണ്, ലഅൻ യമൂത الرجل جاهلا خير له من أن يقول ما لا يعلم. ലഅൻ യമൂത الرجل جاهلا, ഒരാൾ ജാഹിലായി അറിവില്ലാത്തവനായി മരിക്കുക എന്നുള്ളതാണ് ഖൈറുൽ ലഹു മിൻ അൻ യഖൂല മാ ലാ യഅലം, അവന് അറിവില്ലാത്ത കാര്യം സംസാരിക്കുക എന്നതിനേക്കാൾ ഖൈറായിട്ടുള്ളത്. ഒരാൾ അറിവില്ലാത്ത കാര്യം പറയുന്നതിനേക്കാൾ അവന് നല്ലത് അവൻ ജാഹിലായി അറിവില്ലാത്തവനായി മരിക്കുന്നതാണ് എന്നാണ് ഇബ്നു സീരീൻ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. അറിയാത്ത കാര്യം, അറിവില്ലാത്ത കാര്യം, നമുക്ക് കൃത്യമായി ധാരണയില്ലാത്ത വിഷയങ്ങൾ സംസാരിക്കുക എന്നുള്ളത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. വിശേഷിച്ചും അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയാത്തത് പറഞ്ഞാൽ, അറിവില്ലാതെ സംസാരിച്ചാൽ, അള്ളാഹുവിൻ്റെ കലാമിൽ അറിവില്ലാത്തത് സംസാരിച്ചാൽ, അള്ളാഹുവിൻ്റെ ദീനിൽ അറിയാത്ത കാര്യങ്ങൾ സംസാരിച്ചാൽ അതിൻ്റെ അപകടം വളരെ ഗുരുതരമാണ്. അറിയാത്തതൊരിക്കലും നമ്മൾ പറയാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. കൃത്യമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും. കൃത്യമായ ഇൽമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അറിയാത്തത്, അറിവില്ലാത്തത് സംസാരിക്കുക എന്നുള്ളത് ഏറ്റവും അപകടം പിടിച്ച കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന അസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിനക്ക് അറിവില്ലാത്തതിൻ്റെ പിന്നാലെ നീ പോകരുത്. കേൾവി, കാഴ്ച, ഹൃദയം എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് അല്ലാഹു തആല സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞില്ലേ. അതുകൊണ്ട് നമുക്ക് അറിയാത്തത് നമ്മൾ സംസാരിക്കുക, പറയുക എന്നുള്ളത് ശരിയല്ല. അത് നമ്മൾ അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയാൻ പഠിക്കണം. ഒരു കാര്യം നമ്മളോട് ആരെങ്കിലും ചോദിച്ചു, നമ്മൾ അന്വേഷിച്ചു, നമ്മൾക്ക് അറിയാത്ത വിഷയമാണെങ്കിൽ ലാ അദ്രി, അതറിയില്ല, അല്ലാഹു അലം എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. അറിവുള്ളവരോട് ചോദിക്കാനും നമ്മൾ പഠിക്കണം. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണല്ലോ. നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് അറിയാത്ത കാര്യം നമ്മൾ പറയാൻ നിൽക്കരുത്, മറിച്ച് അറിയുന്ന ആളുകളോട് അന്വേഷിക്കുക, അത് പഠിക്കുക. അറിയാത്തത് പറയുക എന്നുള്ളത് വളരെ ഗുരുതരമായ, അറിവില്ലാത്തത് സംസാരിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ വിഷയമാണ്. ഇനി നമ്മൾ അറിവില്ലാതെ മറ്റൊരാൾക്ക് ഫത്വ കൊടുക്കാൻ, ഇന്ന വിഷയത്തിൽ ഇത് ഇങ്ങനെ ചെയ്യുക, ഇതാണ് ശരി, ഇത് ഹറാമാണ്, ഇത് ഹലാലാണ് എന്ന് ഫത്വ കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായാലോ, മൻ ഉഫ്തിയ ബിഗൈരി ഇൽമിൻ കാന ഇസ്മുഹു അലാ മൻ അഫ്താഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. അറിവില്ലാതെ ആരെങ്കിലും മറ്റൊരാൾക്ക് ഫത്വ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫത്വ കൊടുത്തവനാണ് അതിൻ്റെ കുറ്റം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കണം. നമുക്കറിയാത്ത ദീനിൽ, അള്ളാഹുവിൻ്റെ ദീനിൽ നമ്മൾക്കറിയാത്തത് നമ്മൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. അത് ഗുരുതരമായ തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും പല ആളുകളും ദീനിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഇതാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് തോന്നിയത് പറയും. മറ്റു ഭൗതിക വിഷയങ്ങളിൽ ശ്രദ്ധ കാണിക്കുന്ന ആളുകൾ പോലും ഭൗതിക വിഷയത്തിൽ എനിക്കറിയാത്ത മേഖലയാണ് ഇത് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടുനിൽക്കും, സംസാരത്തിൽ നിന്ന്. എന്നാൽ ദീനിൻ്റെ വിഷയത്തിൽ എല്ലാവർക്കും സ്വതന്ത്രമായി അഭിപ്രായം പറയാനും അതുപോലെ തന്നെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ സംസാരിക്കാനും യാതൊരു ഭയമില്ലാത്ത അവസ്ഥയാണ് നിലവിൽ നമ്മൾ കണ്ടുവരുന്നത് മിക്ക ആളുകളിലും. അതുകൊണ്ട് നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കണം. നമ്മൾ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക, പഠിച്ചത് കൃത്യമായി അറിഞ്ഞത് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുക. ഈ ദീനിൻ്റെ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങേയറ്റം സൂക്ഷ്മത പാലിക്കണം. അറിയാത്തത് സംസാരിക്കരുത്, അറിവില്ലാത്തത് നമ്മൾ മറ്റൊരാളോട് പറയരുത്. വളരെ അപകടം പിടിച്ച കാര്യമാണ്, നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചറിഞ്ഞ് മറ്റുള്ളവരോട് പറയാനും സംസാരിക്കാനും അല്ലാഹു തൗഫീഖ് നൽകി
അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.